അടിപൊളി ടേസ്റ്റുള്ള ഒരു അയിലക്കറി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ചേർത്ത് അതിലേക്ക് കുറച്ച് വലിയ ജീരകവും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം. പിന്നെ നമുക്ക് കുറച്ച് മാത്രം പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. നമ്മളിന്ന് 4 അയിലയാണ് എടുത്തിട്ടുള്ളത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു അടികട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ലേശം ഉലുവയും കുറച്ച് വലിയ ജീരകവും ചേർത്ത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കീറിയതും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിനുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം അടച്ച് വെച്ച് വേവിക്കണം. മൂടി തുറക്കുമ്പോൾ 4 സൈഡിലും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ വെന്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ശേഷം നന്നായിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ ആവശ്യം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലേശം കുരുമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരണം. അരികിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിലുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി അയിലക്കറി റെഡി.